ആടുജീവിതം കണ്ടു തീർന്നപ്പോൾ തന്നെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പ്രകടനങ്ങളിൽ ഒന്നാണ് ഇതെന്ന്. 16 വർഷം സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതും അതിനായി ശാരീരികമായും മാനസികമായും എടുത്ത തയ്യാറെടുപ്പുകളും ഒന്നും തന്നെ വെറുതെ ആയിട്ടില്ല. പൃഥ്വിരാജിൻ്റെ കഥാപാത്രങ്ങളിൽ എന്നും ഓർത്തുവെക്കാൻ കഴിയുന്ന കഥാപാത്രമായിരിക്കും ആടുജീവിതത്തിലെ നജീബ്. പൃഥ്വിരാജ് അഭിനയിക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന വ്യക്തി കടന്നു വരാറുണ്ടെന്നൊരു വിമർശനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. തൻ്റെ നടനെ ചലഞ്ച് ചെയ്യുന്ന റോളുകൾ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടില്ല എന്നൊരു വിമർശനം ഞാനും ഈ ചാനലിലെ ഒരു വീഡിയോയിലൂടെ ഉന്നയിച്ചിരുന്നു. അന്ന് ആടുജീവിതം ഒരു പ്രതീക്ഷയായി ഉണ്ട് എന്നും പറഞ്ഞിരുന്നു. എന്തായാലും തൻ്റെ വിമർശകർക്കുള്ള മറുപടി തന്നെയാണ് പൃഥ്വിരാജ് ഈ സിനിമയിലൂടെ നൽകുന്നത്. ഈ സിനിമയിൽ നിങ്ങൾക്ക് ഒരിക്കലും പൃഥ്വിരാജിനെ കാണാൻ കഴിയില്ല, നജീബിനെ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അത്രയ്ക്ക് നന്നായി പൃഥ്വി കഥാപാത്രത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട്. ശരിക്കും ആ കഥാപാത്രമായി ജീവിച്ച പോലെ. ഡബ്ബിങ്ങിലും നല്ല ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്ന് സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് തൻ്റെ സുഹൃത്ത് ഹക്കീമിനെ കണ്ടുമുട്ടുന്ന സീനിലൊക്കെ ആ ശബ്ദവിന്യാസവും ആ ഇമോഷനിലൊക്കെ കൺവേ ചെയ്യുന്നതും ഗംഭീരമായിട്ടുണ്ട്. ചിത്രത്തിലെ വളരെ മികച്ചൊരു സീനായിരുന്നു ഇത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അവിടെ നിന്നും തുടർന്ന് അങ്ങോട്ടുള്ള സീനുകളിലും ഡയലോഗ് ഡെലിവറിയും ശബ്ദക്രമീകരണങ്ങളുമൊക്കെ മികച്ചതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഗൾഫിലെത്തുന്നതും അവിടെ നിന്ന് മുതലുള്ള ട്രാൻസ്ഫോർമേഷനൊക്കെ കൃത്യമായി കൺവേ ചെയ്യാൻ പൃഥ്വിരാജിന് സാധിച്ചതുകൊണ്ടുകൂടിയാണ് ആ ക്യാരക്ടറിൻ്റെ കൂടെ പ്രേക്ഷകരായ നമുക്കും സഞ്ചരിക്കാൻ കഴിയുന്നത്. പറയാൻ ഒരുപാട് സീനുകളുണ്ടെങ്കിലും അത് സ്പോയിലർ ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പറയുന്നില്ല. അത് നിങ്ങൾ ബിഗ് സ്ക്രീനിൽ കണ്ടു തന്നെ അറിയുക. സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വിഷ്വലും റഹ്മാനും മ്യൂസിക്കും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു ദൃശ്യാനുഭവം തന്നെയാണ് ആടുജീവിതം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. തിയേറ്റർ കാഴ്ച ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് ആടുജീവിതം. അപ്പോൾ കണ്ടവർ തീർച്ചയായും അഭിപ്രായം കമൻറ്റ് ചെയ്യുക.